ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകടയിൽ കിട്ടുന്ന അതേ രുചിയിലുള്ള കോളിഫ്ലവർ ഫ്രൈ ആണ്. അപ്പം നമുക്കത് ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനലൊന്ന്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പം നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നതിനായിട്ട് നമ്മൾ 1/2 കിലോ കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ പീസുകളായിട്ട് നമുക്ക് ആക്കിയെടുക്കണം. വലിയ പീസാക്കല്ല, ഇതുപോലത്തെ ചെറിയ പീസാക്കണം. എന്നാലേ നമ്മൾ മസാല പുരട്ടുന്ന സമയത്ത് പിടിക്കത്തുള്ളൂ നന്നായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കുകയാണ്. അപ്പം അത് വെക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഉപ്പും ചേർക്കുക. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കോളിഫ്ലവർ ഇടാൻ പാടുള്ളൂ. നമ്മൾ ഇപ്പോൾ ഉപ്പ് ഇടുന്നത് കൊണ്ട് നമ്മൾ മസാല ചേർക്കുന്ന സമയത്ത് അതനുസരിച്ചുള്ള ഉപ്പിട്ടാൽ മതി. അപ്പം ഇത് ഒരുപാട് നേരമൊന്നും തിളയ്ക്കേണ്ട. ഇതിനകത്ത് വിഷാംശമൊക്കെ പോകാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞളും ഉപ്പും ഒക്കെ ചേർത്തത്. തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് സമയം നമ്മൾ അടുപ്പിൽ വെച്ചാൽ മതി. ഒരുപാട് തിളച്ചാൽ അതങ്ങ് വെന്ത് പോകും. നമ്മൾ പിന്നെ മസാലയിലിട്ട് ഇളക്കുന്ന സമയത്ത് ചിലപ്പം പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വെള്ളത്തിൽ നിന്ന് കോരി അങ്ങ് എടുത്ത് വയ്ക്കാം. അതിന് ശേഷം നമ്മൾക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. അതിനുശേഷം 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം, കളറും കിട്ടും ഇതിന്. അതിനുശേഷം 1 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്തത്. ആവശ്യത്തിന് ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് അത് ചെയ്യുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഞ്ചി വെളുത്തുള്ളി ഇത് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. അതിനുശേഷം മസാലപ്പൊടിയാണ് 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ചെറിയ ജീരകം ആണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം 1 മുട്ട കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ നല്ലതാണ്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്താണ് അത് വെള്ളത്തിലിട്ട് പുഴുങ്ങിയത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക. മസാലയ്ക്ക് ആവശ്യമുള്ളത് ചേർത്താൽ മതി. അതിനുശേഷം പകുതി നാരങ്ങയുടെ കുരു എടുത്ത് കളഞ്ഞിട്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ നീരൊഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് 1 ബൗള് കോൺഫ്ലവറാണ് ചേർത്തിരിക്കുന്നത്. കോൺഫ്ലവറാണ്. അതിനുശേഷം നമുക്ക് 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. അതിനുശേഷം 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അരിപ്പൊടി ചേർക്കുന്നത് ഒരു ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് റവ വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ റവ എടുത്തിട്ടില്ല, അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുക. നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാവൂ, അല്ലെങ്കിൽ നമുക്ക് കട്ട പിടിച്ച് കിടക്കും. അപ്പം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഈ രൂപത്തിൽ, കട്ടകളൊന്നുമില്ലാതെ ഈ രൂപത്തിൽ വേണം നമുക്ക്. ഒത്തിരി ലൂസായി പോവല്ലേ. അതിനുശേഷം നമുക്ക് നേരത്തെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിനകത്ത് മിക്സ് ചെയ്യുക. പൊടിഞ്ഞു പോവാതെ പതുക്കെ വേണം ചെയ്യാൻ. ചിലപ്പം പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ അത് മിക്സ് ചെയ്ത് എടുക്കുക. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഉപ്പ് നമ്മൾ ഒന്ന് നോക്കുക. ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കുക. അതിനുശേഷം നമുക്ക് പാൻ വെക്കുക. പാൻ വെച്ച് ചൂടായതിന് ശേഷം ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിടാൻ പാടുള്ളൂ. ഇടുന്ന സമയത്ത് നമ്മളിത് അകത്തി ഇടുക. അല്ലെങ്കിൽ നമ്മൾ അടുപ്പിച്ചിട്ടാൽ മാവ് എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കും. നമുക്കത് പിന്നെ ഇളക്കിയെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ ഇടുന്ന സമയത്ത് അകത്തി ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ കോളിഫ്ലവർ ഫ്രൈ നമ്മുടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അതിൻ്റെയും കൂടെ ടേസ്റ്റ് ആ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ഇടുക. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങത്തുള്ളൂ, രുചിയും നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മളിപ്പം കശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരുന്നെങ്കിൽ നല്ല ചുവപ്പ് നിറം കിട്ടിയേനുമായിരുന്നു. ഇപ്പം നമ്മൾ സാധാ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കളറ് കുറവായിട്ടിരിക്കുന്നത്. നമ്മൾ അടുത്തതും അതുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും ചേർക്കണം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ
ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇത് കഴിക്കാൻ നല്ലതാണ്, വെറുതെ കഴിക്കാനും നല്ലതാണ്. അപ്പം ഈ വീഡിയോയെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം.